സാറ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 300 യൂണിറ്റ് സോളാർ ഫ്രീ ആയിട്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് എൻക്വയറി നടത്തിയിട്ടുണ്ട്, കോൾസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും. അതുമായി ബന്ധപ്പെട്ടിട്ട് സാറിന് കൂടുതൽ ആളുകൾക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയും? അത് നമ്മൾ ആ ഒരു റീൽ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് PM50 ബ്രിഡ്ജിലെ യോജന എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ആദ്യം 1 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. പ്ലസ് അത് കംപ്ലീറ്റ് ചെയ്തപ്പം വീണ്ടും 1 കോടി ജനങ്ങൾക്കും കൂടി 78,000 രൂപ സബ്സിഡി സ്കീമായിട്ട് 3 കിലോവാട്ട് വരെയുള്ള സിസ്റ്റം ചെയ്യുന്നൊരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇത് ആർക്കൊക്കെ ഏത് രീതിയിലൊക്കെയാണ് ഇത് കിട്ടുക കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു വീട്ട് കണക്ഷനുള്ള ഗാർഹിക ഉപഭോക്താവിന് മാത്രമേ ഇത് കിട്ടുള്ളൂ. ആ വ്യക്തിയുടെ പേരിൽ തന്നെ ആയിരിക്കണം ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടായിരിക്കേണ്ടത്. അയാൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ കൂടി ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് എടുക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ആധാർ കാർഡിലും എല്ലാത്തിലും നമ്മൾ ഈ പേര് സെയിം ആയിരിക്കണം. ഇതിന്റെ EMI സ്കീം കിട്ടുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ലെവലിൽ തന്നെ നമുക്ക് ഒരു സിബിൽ സ്കോർ പ്രോപ്പർ ആയിരിക്കണം. 3 കിലോവാട്ട് വരേക്കും പ്രത്യേകിച്ച് ഇൻകം പ്രൂഫോ കാര്യങ്ങളൊന്നും വേണ്ട. 3-ന് ശേഷമാണെങ്കിൽ വരുമാനം കാണിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും പ്രൂഫോ കാര്യങ്ങളോ നമ്മൾ വെക്കേണ്ടി വരും. ഇത് നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് PM സൂര്യകർ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ്. MNREന്റെ ഒരു രജിസ്ട്രേഷൻ പോർട്ടലാണ്. അത് വൺസ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവിടുന്ന് ഫീസിബിലിറ്റി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ബാങ്ക് EMIക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. ജൻസമൃദ്ധ് പോർട്ടൽ എന്ന് പറയും. അതായത് എല്ലാ ഗവൺമെന്റ് സ്കീമുകളും ജൻസമൃദ്ധ് പോർട്ടൽ വഴിയാണ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൽ രജിസ്ട്രേഷൻസും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നിയറസ്റ്റ് ബാങ്കിനെ പോയി അപ്രോച്ച് ചെയ്യുകയും അവരിൽ നിന്നും നമ്മൾ ഈ പ്രപ്പോസൽ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സബ്സിഡി വിത്ത് EMI അവൈൽ ചെയ്യുകയും ചെയ്യും. ഇത് കേരളത്തിലെ ഒരുവിധ സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സർവീസ് എവിടെയൊക്കെ കൊടുക്കാം എന്നുള്ളതൊന്നും കൂടി ഒന്ന് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റും. അതെ അതെ. അപ്പം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ദിവസം കൊണ്ട് എത്താവുന്ന സ്ഥലങ്ങൾ, അതിപ്പം കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, പിന്നെ നമ്മുടെ മലപ്പുറം, ഇത്രയും ഏരിയകളാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇൻസ്റ്റലേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു മാസത്തിൽ വളരെ ലിമിറ്റഡ് പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരു 10 പ്രൊജക്റ്റ്, അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നില്ല. കാരണം ആ ഇൻസ്റ്റലേഷൻ്റെ ആ ഒരു ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നിലനിർത്താൻ അത് നമുക്ക് നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻഫർമേഷൻ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക.